മക്കളെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് മൈനസ് ബോണസ് പോയിന്റ് വരെ ഉണ്ട്. അപ്പോൾ ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബോണസ് പോയിന്റ് ആർക്കൊക്കെയാണ് ബോണസ് പോയിന്റ് കിട്ടുക, ആർക്കൊക്കെയാണ് ബോണസ് പോയിന്റ് കിട്ടാത്തത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മക്കളെ മാക്സിമം നമുക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 പോയിന്റേ കിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് ഐറ്റത്തിൽ പങ്കെടുത്തവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് NMMSും USSും LSSും അതുപോലെ നിങ്ങൾ യുവജനോത്സവത്തിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കായിക മേളകളിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് പോയിന്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. മാക്സിമം കിട്ടുന്ന ബോണസ് പോയിന്റ് എന്താ? 10 ബോണസ് പോയിന്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് നേടിയവർ, അപ്പോൾ ഒരു കുട്ടി ഇതിലെല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ എന്ത് ചെയ്യുക, ബോണസ് പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബോണസ് പോയിന്റ് കിട്ടാത്തവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് മുകളിൽ ഓൾറെഡി ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ബോണസ് പോയിന്റ് കിട്ടില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പോയിന്റ് നഷ്ടമാകും. കാരണം നിങ്ങൾ ഒരു വർഷം ഫെയിലായവരാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷമാണ് എക്സാം, കഴിഞ്ഞ വർഷം ഫെയിലായി ഈ വർഷം എക്സാം എഴുതുകയാണ്, നിങ്ങൾക്ക് കുറേ ബോണസ് പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കുറേ ബോണസ് പോയിന്റ് ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് കുറയും. ഓരോ വർഷം കഴിയുന്നവരും ഓരോന്ന് കുറയും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓൾറെഡി 10 ബോണസ് പോയിന്റ് നിങ്ങൾ അർഹരാണ്. പക്ഷേ നിങ്ങൾ ഫെയിലാണ്, കഴിഞ്ഞ വർഷം ഫെയിലായ ആളാണ്, നിങ്ങൾക്ക് 9 ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല, 10 ഉണ്ടാവില്ല. അപ്പോൾ ബോണസ് പോയിന്റ് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അഡ്മിഷൻ കിട്ടും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാമെന്നാണ്. കറക്റ്റ് മറുപടി നമ്മൾ നൽകും. ഓക്കെ.